ആരാ പറ്റിയത്? സിവിലിയൻ വണ്ടി. മുള്ളി പണിയിട്ടാ. അയ്യോ വെയിറ്റ് ചെയ്യേ. ആര് റേഡിയോ സംസാരിക്കില്ല. ഞാൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണേ. സിവിലിയനായിട്ട് വരണോ? പെട്ടെന്ന് പറ. സീനില്ല അവൻ പോയി. പോയവനെ പിടിച്ചു. ചോദിച്ചിട്ട് വിട്ടാതി മുള്ളി, ചോദിച്ചിട്ട് വിട്ടാതി. എവിടെ ഞാൻ വരുന്നത്. ഡേയ് എവിടെ നിൽക്കുന്നു സാബയെ? മുള്ളി ഹലോ. തൂക്കണം അവനെ ചൊറിഞ്ഞ്. ഇതിപ്പോ ഇൻഫോ കിട്ടിയിട്ടില്ല. സിറ്റിസൺ ആയിട്ട് പോണോ? ഏതാണ്? ഞാൻ സിറ്റിസൺ ആയിട്ട് പോണെങ്കിൽ ഇതെടുക്കാം. അല്ല ഗാങ് ആയിട്ട് പോണെങ്കിൽ ഇതെടുക്കാം. ഇനിയിപ്പോ സിറ്റിസൺ ആയിട്ട് പോണെങ്കിൽ ഇതെടുക്കാം. എല്ലാം റെഡിയാണ്. എന്തായാലും കുഴപ്പമില്ല. അതെ ഗാങ് സിറ്റിസണായി. സിമ്പിൾ അടിച്ചിട്ട് വരാം. മള്ളി ഞാൻ ഇന്ന് 3 പിക്ക് എടുത്ത് ഓൾറെഡി. ഗാങ് ആയി. ഈസി. മുള്ളി ഞാൻ ഒരു കാര്യം പറയാം. 2 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി എന്തായാലും പിന്നെ കൊണ്ടുപോകലോ അവന്മാര്. അതുവരെ നിന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാന്ന്. ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു ഹെഡ്സെറ്റ് വെച്ച്. പെട്ടെന്ന് എവിടെയോ ഫിറ്റിംഗ് എന്നുള്ള സൗണ്ട് ഒക്കെ അടഞ്ഞിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ കസര കിടന്നു ഉറങ്ങിപ്പോയി. അത് പെട്ടെന്ന് ഫിറ്റിംഗ് എന്ന് കേട്ട് അവിടെ ഞെട്ടി എണീറ്റ്. എടാ എനിക്ക് മനുഷ്യൻ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആരെങ്കിലും ഒരു വള്ളി ഇടാ. എനിക്ക് എന്റെ മള്ളി ഇങ്ങനെ കാണാൻ വയ്യ. മള്ളിക്ക് ഞാൻ ഒരു വള്ളീന്ന് എടുത്തു തരും. ഡേയ് പ്രശ്നമൊന്നും ഇല്ലടാ ഈ രീതിയിൽ. അതിന്റെ ആർക്കും പ്രശ്നം ഇല്ലാത്തത്. അല്ലേലും ഇങ്ങനെയാണ് ബാബു. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വേണമെന്ന് തോന്നുമ്പോ ഒരു പ്രശ്നമില്ല ആർക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യും. എന്നെ കൊണ്ടുപോയി തോന്നിയില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച അപ്പം പ്രശ്നങ്ങൾ മാത്രം ഇന്നും പുഴുക്കണം. ഹലോ അണ്ണാ ഇവിടെ അടി ചെറുതായിട്ട് സാവേജിനാരോ അവൻ കൊണച്ചിട്ട് പോയി. അത് കൊണച്ചിട്ട് പോയവനെ കണ്ടുപിടിക്കാം. വെയിറ്റ് ചെയ്യും. സിറ്റിസൺ ആണോ ഇതാണോ? ഷർട്ട് ഊരി ആള്. പന്നക്കടയാടി കഴിവറ മോനെ കടിവ. നമുക്ക് ഉറക്കത്തിന്റെ ആടാ. കണ്ണങ്കരി കോളനി തോന്നയ്ക്കൽ ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള പൊളിച്ചെറി തികച്ചും സൗജന്യം. ഗുണ്ടബിനു കണ്ണങ്കരി കോളനി തോന്നയ്ക്കൽ. നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. 2006 ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നു. കാലങ്ങളായുള്ള ജീവിതമാണ് ഞങ്ങളുടെ വെളിയിലോട്ട് പ്രശ്നക്കാരനാണ്. ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റിംഗ് ആണ്. വഴി കേട്ടോ. ഞാൻ ഇവിടെ നിന്ന വൈലന്റ് ആവും. ഞാൻ എന്റെ വണ്ടി തന്നെ അടിച്ചു പൊട്ടിക്കും. കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി പിടി വെട്ട് കുത്ത് എവിടുന്ന് വരുന്നു ഇതൊക്കെ? എനിക്ക് കല്യാണം ഞാൻ എന്റെ വണ്ടി കത്തിക്കുന്നു. സ്വന്തം ഒരു വണ്ടി കത്തിക്കണേ. ഇത് അവനെ കിട്ടിയിട്ടില്ല. ഏത് വണ്ടി എന്ന് പറ. വണ്ടി ഫ്രീ വണ്ടി. കറുപ്പ് ഫ്രീ വണ്ടി. മള്ളി ലെഫ്റ്റിൽ അത് ഫ്രീ അല്ല. ഇവൻ തന്നെ ബ്രോ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ? ഹലോ ബ്രോ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയാണോ? ഹലോ അല്ല ബ്രോ അല്ല ഇവനല്ലേ
ഇനി ഞാനാണോ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത്? കളർ ഓറഞ്ച് അല്ലേ മള്ളി? മണ്ടത്തര പറയല്ലേ. സത്യത്തിൽ ഞാൻ ഓർത്തില്ല, ബ്ലാക്ക് ആണ് പെട്ടത്, ഓറഞ്ച് അല്ലേ? വണ്ടിയാണ്. മണ്ടത്തിൽ പറയല്ലേന്നോ? ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ടല്ലേ, സിറ്റിസൺ ആയിട്ടാണ് അണ്ണാ. നമുക്കറിയാം കേട്ടോ, എല്ലാം അറിയുന്നുണ്ടല്ലോ. തികച്ചും സൗജന്യം. ഇവന്മാരെ പിടിച്ചടിച്ചല്ല ഗുണ്ട വരുന്നത്. പഠിപ്പിക്കല്ലേ നീ, നമ്മളെ ഒലത്തല്ലേ ഒലത്തല്ലേ കേട്ടാ? നമ്മളെ ഒലത്തല്ലേ പപ്പട. ഞാൻ കൊറേ നാളെ തിരക്കാൻ തുടങ്ങിയിട്ട് കേട്ടാ. ഭയങ്കര കോച്ചിങ് കേട്ടോ, വെളിയിലുള്ള ഉമ്മാരെ കോച്ചിങ്ങിനെ കാട്ടി കൂടുതലാണ് ഉമ്മാരെ കോച്ചിങ്. കുണ്ടപിരിവിനെ പിടിച്ച് തല്ലിയ വള്ളി. അവനും കറുത്ത വണ്ടിയിലല്ലേ ഇറങ്ങുന്നേ. എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ഭാഗ്യം കെട്ടവനാടാ. മറ്റേ മുള്ളി എന്തെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് മറ്റേ ഇവനെ മൂടായിട്ട് അടിക്കണം. ചത്ത് ഡേയിലും ഫ്രീ വണ്ടിയാണോ ഡേ? ഇവൻ തട്ടനുണ്ടാ മുള്ളി, അകത്ത് കറുത്ത വണ്ടിയാണ്. ബ്രോ ഹലോ 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 ബ്രോ, ഓക്കെ അല്ലേ? തട്ടിയോ? ഇല്ല തട്ടില്ല. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഓക്കെ നിന്നിട്ട് തട്ടിയിടണായിരുന്നല്ലേ? ഇപ്പൊ ഫ്രീ വണ്ടി എടുത്തിട്ട് കളർ മാറ്റി കേട്ടാ. ഫ്രീ ആണോ? ഇത് ഫ്രീ ആണോ? ഇത് ബ്ലാക്ക് കളറിലായിരുന്നു ഈ വണ്ടി. ഈ വണ്ടി ബ്രോ ഈ വണ്ടി ബ്ലാക്ക് കളറിലായിരുന്നു. ബ്ലാക്ക് കളർ അല്ലല്ലോ, ഇതിപ്പോ പെയിന്റ് മാറ്റിയതല്ലേ? സത്യം പറ. ഓക്കെ ഓക്കെ നമ്മളൊരു കറുത്ത വണ്ടി തപ്പി നടക്കുവായിരുന്നേ. ഒരു പച്ച വണ്ടി വെറുതെ പിടിച്ചു കിടക്കുന്നുണ്ട്. പച്ച വേണ്ട പച്ച വേണ്ട പച്ച വേണ്ട പച്ച വണ്ടി പിടിക്കാൻ ഇറങ്ങിയതല്ലേ. ബ്രോ ചിന്താഗതി, മോശപ്പെട്ട ചിന്താഗതി. നമ്മള് സംസാരിക്കാൻ ആൾക്കാർ പറയാം വള്ളി പിടിക്കും. ഇയാളെ സംസാരം കേട്ട കറക്റ്റ് അറിയാം. അയ്യോ ഇവൻ വള്ളി, ഇവൻ വെറും വള്ളി. അത് വെറും പള്ളി തന്നെ. പച്ച വണ്ടിയല്ലേ ബ്രോ? ആ പച്ച വണ്ടിയല്ലേ? ഹലോ എന്താ ബ്രോ? ഹലോ 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 ബ്രോ എന്താ? എന്തു ഹലോ പേരെന്താ? എന്തോ കേക്കുന്നില്ല. അല്ല വെറുതെ വന്ന് ഇടിക്കുന്നത് എന്തിനാ ബ്രോ? കേട്ടില്ല. പേരെന്താ? ബാബു ബ്രോ, എന്റെ പേര് ബാബു. ഓക്കെ ഓക്കെ സീനില്ല. ബാബു. ഞാൻ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റീവിന്റെ ഫ്രണ്ട് ആണോ? അല്ല ഞാൻ പുതിയതാണോ? ഓക്കെ എന്തോ ഹലോ എന്താ പരിപാടി ബ്രോ? നമ്മൾ തട്ടിയിട്ട് പോയി അവനെ ബ്രോ. കണ്ടുപിടിക്കണം. വണ്ടിക്കകത്തൊന്നും കേൾക്കുന്നില്ല, വെളിയിൽ ഇറങ്ങി സംസാരിക്കുവോ? അതിനകത്ത് കൊളീഷൻ. ഞാൻ 2 ദിവസം മുമ്പ് കളർ മാറ്റിയത്. ഓക്കെ പ്രശ്നമില്ല ബ്രോ. ബ്രോ കണ്ടറിയാം ബ്രോ അല്ലെന്ന്. എന്റെ പേര് പരന്തു വാസു. ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? എന്റെ ഒരു വിക്രമാദി. ഓ അന്ന് പൊളിച്ചെന്ന് ഞാൻ അറിഞ്ഞ്. മറ്റേ ചേട്ടന്റെ കൂടെ ഉള്ള മറ്റേ ചേച്ചിയില്ല, അതെ ചേച്ചി. പുള്ളിക്കറിയും കൊടുത്ത് പുള്ളിക്കാരി മറ്റേ പാമ്പായിരുന്നു. ഞണ്ടായി നടക്കുക. ഞണ്ട്. നല്ല കാര്യം നല്ല കാര്യം. പരുന്ത് ബാജു. ബ്രോയുടെ പേരെന്താണ്? സെക്കൻഡ്. നല്ല ചെക്കൻ. Nice to meet you. Nice to meet you bro. Bye. മുള്ളി ഒരു മിനിറ്റ്. കണ്ണു പോയേ. ഹലോ എന്താവശ്യം വിളിച്ചാൽ മതി. മുള്ളി എനിക്ക് എന്റെ കഴുത്തി പോയാണല്ലോ. മനസ്സിലായോ? പപ്പട അടിച്ചേട്ടാ? ആരും അടിച്ചിട്ടേട്ടാ ഫ്രണ്ടില്? ആരും അടിച്ചിട്ടല്ലേ പപ്പട? നീ ഒരേ കറുത്ത വണ്ടി പോണ്ടേ? എനിക്ക് അവന്റെ ബാക്കിൽ നിന്ന് വേറെ തിരിച്ചിട്ടാണ് നമ്മൾ ഇടിച്ചേട്ടാ. എന്തിനാ ബ്രോ ഇടിക്കുന്നത്? എന്തിനാ ബ്രോ?
എന്തിനാ ഇരിക്കുന്നേ? ഹലോ ആരാ ഇടിച്ചത്? ഹലോ കുട്ടി സേഫ് അല്ലേ? ഹലോ താങ്ക് യു ചേട്ടാ, താങ്ക് യു. പിന്നെ സേഫ് അല്ലേ? സേഫ് അല്ലേ? കണ്ടാ ഇതെന്താ ചേട്ടാ ഷർട്ട് ഇല്ലാണ്ട് നിക്കുന്നേ? അയ്യോ ഞങ്ങളൊരു പരിപാടിക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്ത് AC കംപ്ലൈന്റ്, അപ്പൊ ചൂടെടുത്തപ്പോ പെട്ടെന്ന് ഊരിയതാ. കുട്ടിയുടെ പേരുണ്ടായിരുന്നു? കുട്ടി സേഫ് അല്ലേ? ആ ചേട്ടന്റെ പേരോ? എന്റെ പേര് പരിന്തു വാസു. പരിന്തു വാസു, കൊള്ളാം, പേര് നൈസാണ്. താങ്ക് യു. കുട്ടി സേഫ് അല്ലെന്ന് തോന്നുവാണെങ്കിൽ 3333 വിളിച്ചാൽ മതി കേട്ടാ. 1 സെക്കൻഡ് ഞാൻ അപ്പോഴും സേഫ് അല്ലെന്ന് തോന്നുവാണെങ്കിൽ 8888 വിളിച്ചാൽ മതി. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ലായ്മ അവിടെ ഒന്നുമില്ല. ഒരു സെക്കൻഡ് ഒന്ന് മറയ്ക്കും ബാബു, ഒന്ന് മറയ്ക്കും പ്ലീസ്. കിട്ടിയോ നോക്കേ? ഇത് അതേ പരിന്തോഷോടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പരിന്തോഷം? പണ്ടൊരു കല്യാണം മുടക്കി തന്നത് ഓർമ്മയുണ്ടോ? രാംജി ആയിട്ട്. ഞാനല്ലത് എന്തായാലും. അയ്യോ മുരളി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ല ഞാൻ പറഞ്ഞിട്ടാണ് മുടക്കിയത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ പെൺകൊച്ചിന് അത്യാവശ്യം മുരളി ചെയ്തേക്കും ചിലപ്പോ. അത് ഞാൻ തന്നെ. അത് കഴ. ഹലോ സഹോദര, ഓ സെക്കൻഡ് ഫ്രീ വണ്ടി വീണ്ടും കിട്ടിയോ? ഓല്ലേ ഹലോ. അത് ഞാൻ തന്നെ മനസ്സിലായോ? ബീബി പാട്ടുവാണോ? നമ്മുടെ സുനിമോന്റെ എക്സ് ഗേൾഫ്രണ്ട്. അയ്യോ ഗേൾഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അല്ല സുനിമോനായിട്ട് ഓർമ്മ ഉണ്ടോ കുറച്ച് സ്വീറ്റ് മെമ്മറീസ്? അതെ നല്ല മെമ്മറീസ് ഓർമ്മയുണ്ട്. പക്ഷെ സുനിമോൻ ലിസയുടെ കൂടെ ആയിരുന്നു, ഒഴിവായി കൊടുത്തു. നല്ലായിരുന്നു. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ സുനിമോൻ ലിസയുടെ കൂടെ നടന്നപ്പോ മുരളി എലിയുടെ കൂടെ നടന്നത്? ആ സമയം അപ്പോഴാണ് ഈ ബീബി പാത്ത് പറയുന്ന ടൈം. ഓ മനസ്സിലായി. അപ്പൊ നീ മറ്റേ EMS കൊച്ചിന്റെ പുറകെ നടന്ന കാലം. അല്ല അതിന്റെ പേരെന്ത്? എന്റെ പേര് മറന്നുപോയടാ. നീ മറ്റേ വീട്ടിലൊക്കെ ക്യാൻസർ ഒന്ന് മരിച്ചു പോയാ ഗെയ്സൽ? ആ കുട്ടി മരിച്ചു പോയായിരുന്നു. എന്നെ ഓർമ്മിപ്പിക്കല്ലേ? അതെ കൊച്ചി ക്യാൻസർ വന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവന്റെ തനിക്കോണം മനസ്സിലാക്കിയിട്ടേ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ മനസ്സുരുകി അതിന് ക്യാൻസർ വന്നു. അതായത് അങ്ങനെയാണ് എനിക്ക് ക്യാൻസർ വന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞ കാര്യം അതാണ്. ഇവന്റെ തനിക്കുണം മനസ്സിലാക്കി അതിന്റെ മനസ്സ് നൊന്തു അത് ക്യാൻസർ ആയി മാറി. ഞാൻ അത്ര ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നുള്ളതാണ് തനിക്കുണം കേട്ടോ. അതെ ആത്മാർത്ഥമായി പ്രണയിച്ചു. അവളുള്ളപ്പോ വേറെ ഒരു 2 പേരെ അവളെ കണ്ടുപിടിച്ചു. മള്ളി ചന്ദ്രനെ സാറ്റലൈറ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അർജന്റ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പൊള്ളാച്ചി നിക്കുവാണ് അവൻ, പൊള്ളാച്ചി നിക്കുവാണെന്ന്. പൊള്ളാച്ചി അത് ചന്ദ്രൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. ചന്ദ്രബോസിനെ അറിയില്ലേ? അറിയാം. ചന്ദ്രൻ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ എല്ലാരും ഇങ്ങനെ ഓർത്തിരിക്കാനും ഇങ്ങനെ മാറി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടത്. ആളിവിടെ എത്താൻ തോന്നുന്നു. അതെ മറ്റേ ട്രൗസറും ഷൂസും മാച്ചിങ് ആണല്ലോ. അല്ലേ? അതെ നമ്മള് കസ്റ്റമൈസ്ഡാണ്. ഒരു മിനിറ്റ്, ആളില്ല സർക്കണ്ണ. അണ്ണാ എനിക്കില്ലേ സ്ലോട്ട് തോന്നുന്നേ. 6 പാക്സ് ഒക്കെ ഉണ്ട്. ആർക്ക്? വാസുവിന്. ഇല്ല ഇത് ഒരുപാട് പട്ടിണി കിടന്ന സമയത്ത് വന്നതാണിത്. ഇത് ജിമ്മിൽ പോയിട്ട് വരുത്തിയത് ഞാനാണ്. ഇത് ജിമ്മിൽ പോയിട്ട് തന്നെ അത് പട്ടിണി കിടന്ന് വന്നതാണിത്. പട്ടിണി ആണെങ്കിൽ പോലും അത് അപ്പുറത്തെ ഒരു പാത്രത്തിൽ കയറ്റി തിന്ന് വരുത്തിയാണ്. ഇത് ആളുറങ്ങുമ്പോ ഇങ്ങനെ അപവാദം പറയുന്നത് ശരി? അല്ല ആളുണ്ട്, ആളിതാ ഉറങ്ങിയില്ല, നേരെ നിൽക്കുമല്ലേ, കല്ലുവരെ നിൽക്കുമല്ലേ. അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും മൂത്തോക്കി പറയും, അങ്ങനത്തെ ഒരാളാണ്. അത് ശരിയാണ്, നല്ലതാണ്. അതെ ഞാനും അങ്ങനെ തന്നെയാ. ഓ സെയിം മൈൻഡ് സെറ്റ് ആണ് കേട്ടോ നമ്മളിപ്പോ. ഓ ബീബത്ത് എവിടെയായിരുന്നു ഇത്തിരി നാളപ്പോ? അയ്യോ ഞാനേ UK പഠനത്തിന് പോയായിരുന്നു. ഇപ്പൊ പഠനം പൂർത്തിയാക്കി വന്നു. പാസ്സായോ? ഓ പാസ്സായി. വലിയ കാര്യം. ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും പാസ്സായി.
നല്ല കാര്യം. അല്ല ഈ നമ്മളെ മാറുമ്പോ നമ്മളെ പറ്റി ഈ മുഞ്ചിത്തരം പറയുന്നവന്മാരുണ്ടല്ലോ, അവന്മാരുടെ തലയിൽ ഇടുത്തിയും വീഴണം, വണ്ടിയും കയറണം. നീ കയറി വണ്ടിയിൽ കയറിയിരുന്നോ? സേഫ് ആയിട്ടിരിക്കും. അല്ല മള്ളിക്ക് പോകാൻ കോള് കേട്ടോ, ജനക്കാനെ വിളിക്കുന്നുണ്ട്. മറ്റേത് കളിക്കാൻ പോകുന്നുണ്ടോ മറ്റേത് പുറത്ത് വെടിവെപ്പിന് പോകുന്നുണ്ടോ ചോദിച്ചു. ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്ന് അറിയാലോ. ചോദിക്കട്ടെ, അന്നുണ്ടോ? ഒരു മിനിറ്റ് പറയാ. ഇപ്പോഴും പുറത്തുള്ള അണ്ടിക്കാണ് ഡിമാൻഡ്. ഉള്ള കാര്യം പറയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ പന പോലെ ഞാനിപ്പോ വള്ളിയൊക്കെ പിടിച്ച് സിറ്റുവേഷനിലൊക്കെ വെടിയൊക്കെ വെച്ച് മോണ്ടേജ് ഒക്കെ ഉണ്ടാക്കി ഇറങ്ങിയിട്ടും നമ്മളത് ആർക്കും വേണ്ട. ഇത്രയും വരുത്താണ്ടികൾ അകത്തോണ്ട് നമ്മൾ ഇറക്കിയിട്ട് പോലും പുറത്തുള്ള അണ്ടിക്ക് ഇപ്പോഴും ഡിമാൻഡ്. ഇതാണ് പ്രശ്നം. എടാ പുള്ളി എന്നാ വന്ന കഴിഞ്ഞ വർഷമോ 2-3 വർഷമാവുന്നു, 2.5 വർഷമാവുന്നു. അടുത്തിടെ കാര്യമില്ലേട്ടാ, പോവാം. നൈസായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഹലോ പെട്ടെന്നൊരു കോള് വന്നാണ്. ആരെ പറ്റിയാണ് ചോദിച്ചത്? ആരുണ്ടെന്നാണ്? ബാലനോ? അല്ലല്ല, ജോക്കിയാണൻ. അണ്ണന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുടുംബമായിട്ട് സെറ്റിൽ ആയിട്ട് 4 പിള്ളേര്, 2 തവണ ട്വിൻസ്, 2 വട്ടം അടുപ്പിച്ച് ട്വിൻസ്. അയ്യോ, അത് ഭയങ്കര ലക്കായിരുന്നു. ഇവിടെ സിറ്റി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വെടിക്ക് 4 പക്ഷി എന്ന് പറഞ്ഞ് ഇവന്റ് ഉണ്ടായിരുന്നു. 4 പക്ഷി ആണോ? മാത്രമല്ല ഡോക്ടർ പറയും ഇനി അന്നു എത്ര തവണ കുട്ടികളുണ്ടായാലും ട്വിൻസ് ആയിരിക്കും. അപ്പൊ അന്നു അതിലെ ത്രില്ലിലാണ് ഇപ്പൊ ഓൾറെഡി. അത്രയ്ക്ക് കഴിവുള്ളവനാണ്. കഴിവല്ല, അത് ഒരു ഭാഗ്യം, തലവര. അതെ പുള്ളി ആക്ച്വലി ഇപ്പൊ ഹാപ്പിയാണ്. ഫാമിലിയുടെ ഒക്കെ കൂടെ 4 മക്കള്, പുള്ളി എല്ലാരും ഹാപ്പിയാണ്. എത്ര ഹാപ്പിയാണെന്ന് അറിയില്ല, എന്നാലും ഹാപ്പിയാണ്. ഈ ഡ്രാഗൺ ബേലി ആരാ? ശരി, അപ്പൊ നടക്കട്ടെ ചേട്ടാ. അയ്യോ ബാബു, ശരി. നമ്പർ എന്തെങ്കിലും പുള്ളിയെ വിളിച്ച് കിട്ടില്ല, എന്നെ വിളിച്ച് ഞാൻ എവിടെ നിൽക്കുന്ന പറഞ്ഞുതരാം. ഫിറ്റ്നസ് ഫ്രീക്കാണ്, ഇൻസ്റ്റയില് ഫോളോ ചെയ്താൽ മതി. കിട്ടും ഉറപ്പാണ്. പോയിട്ടേ മള്ളി, ഞാനേ മള്ളി എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് മോഡിഫൈ ചെയ്തോ. ഞാൻ ഫിറ്റ്നസ് ഫ്രീക്ക്. ബൈ അണ്ണ, ബൈ. ബൈ.